ക്ഷാമബത്തയ്ക്ക് പിന്നാലെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയിലും സർക്കാരിന്റെ കൊടും ചതി. പ്രഖ്യാപിച്ച 2 ഗഡുക്കൾ ജീവനക്കാരുടെ PF അക്കൗണ്ടിലെത്തുക 2026 ഏപ്രിൽ മാത്രമാണ്. തുകയായി പിൻവലിക്കാൻ സാധിക്കുക 2027 ഏപ്രിലും. 2019 ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശികയ്ക്കായുള്ള ജീവനക്കാരുടെ കാത്തിരിപ്പ് നീളുന്നത് 8 വർഷത്തേക്കാണ്. 2024 ജൂലൈയിൽ നടപ്പിലാക്കേണ്ടിയിരുന്ന 12ാം ശമ്പള പരിഷ്കരണത്തിലും സർക്കാർ മൗനം തുടരുകയാണ്. ജനം ബ്രേക്കിംഗ്. 17% ക്ഷാമബത്ത കുടിശ്ശിക നിലനിൽക്കുമ്പോഴാണ് വെറും 4% മാത്രം അനുവദിച്ച ജീവനക്കാരെ സർക്കാർ വഞ്ചിച്ചത്. ഇതിന് പിന്നാലെയാണ് ശമ്പള പരിഷ്കരണ കുടിശ്ശിക പ്രഖ്യാപനവും ചതിയാണെന്ന് വ്യക്തമാകുന്നത്. ഫെബ്രുവരി 10 2019 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യം നൽകി സർക്കാർ ജീവനക്കാരുടെ 11ാം ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നത്. 2019 ജൂലൈ മുതൽ 21 ഫെബ്രുവരി വരെയുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക 25% 4 ഗഡുക്കളായി 2023 ഏപ്രിൽ, 2023 ഒക്ടോബർ, 2024 ഏപ്രിൽ, ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യുമെന്നായിരുന്നു ഉത്തരവ്. എന്നാൽ സർവീസിൽ തുടരുന്ന ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നത് പിന്നെയും നീണ്ടുപോയി. ഒടുവിൽ ബജറ്റിൽ ഉൾപ്പെടുത്തി 2025 മാർച്ചിലാണ് 1ഉം 2ഉം ഗഡുക്കൾ PFൽ ലയിപ്പിക്കാൻ ഉത്തരവുണ്ടായത്. ശേഷം ഈ നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ പുറത്തിറക്കിയ ഉത്തരവിലാണ് ജീവനക്കാർക്ക് നൽകാൻ ബാക്കിയുണ്ടായിരുന്ന 2 ഗഡു ശമ്പള പരിഷ്കരണ കുടിശ്ശിക കൂടി PFൽ ലയിപ്പിക്കാൻ സർക്കാർ പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ സർക്കാർ ഉത്തരവിൽ പറയുന്നത് കുടിശ്ശിക PFൽ ക്രെഡിറ്റ് ചെയ്യുക 2026 ഏപ്രിൽ 1 ശേഷം മാത്രം. അത് പിൻവലിക്കാൻ സാധിക്കുന്നതാകട്ടെ 2027 ഏപ്രിൽ മാസം മുതൽ. അതായത് 2019 ശമ്പള പരിഷ്കരണ കുടിശ്ശിക 2026 പുതിയ സർക്കാർ തരുമെന്നും അത് കയ്യിൽ കിട്ടണമെങ്കിൽ 2027 വരെ ജീവനക്കാർ കാത്തിരിക്കണമെന്നതുമാണ് ഉത്തരവിലൂടെ വ്യക്തമാകുന്നത്. നേരത്തെ PFൽ ലയിപ്പിച്ചതായി പ്രഖ്യാപിച്ച 1ഉം 2ഉം ഗഡുക്കൾ 2026 ഏപ്രിൽ 1 മാത്രമേ പിൻവലിക്കാൻ കഴിയൂ എന്നതും വഞ്ചനയുടെ മറ്റൊരു മുഖം. അതായത് 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 1 ഗഡുവെങ്കിലും ജീവനക്കാർക്ക് ലഭിക്കാൻ കുറഞ്ഞത് 2026 ഏപ്രിൽ 1 കഴിയണം. 2024 ജൂലൈ മാസം 12ാം ശമ്പള പരിഷ്കരണം നടപ്പിൽ വരുത്തേണ്ടിയിരുന്നു. അതും സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. ഈ സർക്കാരിൻ്റെ കാലത്ത് ഇനിയൊരു ശമ്പള പരിഷ്കരണം ഉണ്ടാകുവാൻ പോകുന്നുമില്ല. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.